ഹലോ, ഹോളി ബീറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും പലരോടും സഹായം ചോദിക്കാറുണ്ട്. ചിലതൊക്കെ സാധിക്കും, ചിലതൊന്നും സാധിക്കില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനെ ലഭിച്ച സന്തോഷങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ ആയുസേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുള്ളൂ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ചോദിക്കുന്നതും ചോദിക്കാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ടില്ലേ? അതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും. അതുകൊണ്ട് ആ സ്നേഹത്തിൽ നമുക്ക് പങ്കുചേർന്ന് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. സാദരമങ്ങേ പാവനപാദം തേടി വരുന്നു ഞങ്ങളിതാ, കാഴ്ചകളേന്തും താലവുമായി നിൽപ്പൂ നിന്നുടെ സന്നിധിയിൽ. സാദരമങ്ങേ പാവനപാദം തേടി വരുന്നു ഞങ്ങളിതാ, കാഴ്ചകളേന്തും കാലവുമായി നിൽപ്പൂ നിന്നുടെ സന്നിധിയിൽ. നിൻ തിരുമാംസവും രക്തവുമായി തീർക്കണമേ കാഴ്ചകളെ. നിൻ തിരുമാംസവും രക്തവുമായി തീർക്കണമേ കാഴ്ചകളെ. ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണേ, പാപം സർവം പോക്കണമേ. സാദരമങ്ങേ പാവനപാദം തേടി വരുന്നു ഞങ്ങളിതാ, കാഴ്ചകളേന്തും കാലവുമായി നിൽപ്പൂ നിന്നുടെ സന്നിധിയിൽ. ചഞ്ചലമാനസ ഞങ്ങളെ നീ നേർവഴി തന്നിൽ നയിക്കണമേ. ചഞ്ചലമാനസ ഞങ്ങളെ നീ നേർവഴി തന്നിൽ നയിക്കണമേ. ഇക്ഷിതിവാസം തീരും നേരം മോക്ഷം ഞങ്ങൾ കേൾക്കണമേ. സാദരമങ്ങേ പാവനപാദം തേടി വരുന്നു ഞങ്ങളിതാ, കാഴ്ചകളേന്തും താലവുമായി നിൽപ്പൂ നിന്നുടെ സന്നിധിയിൽ. സാദരമങ്ങേ പാവനപാദം തേടി
ആശകളേന്തും കാലവുമായി നിൽപ്പൂ നിന്നുടെ സന്നിധിയിൽ. ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്നൊരു തോന്നൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ തെറ്റുകളും കുറവുകളും ഒക്കെ ക്ഷമിച്ച് തൻ്റെ മകനും മകളുമായി എന്നെ ചേർത്ത് നിർത്താൻ ഈശോ ആഗ്രഹിക്കുന്ന ഒരു തോന്നൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും ഈ ഒരു തോന്നലില്ലായ്മയല്ലേ നമ്മുടെ നിരാശയിലേക്കും പരാജയത്തിലേക്കും ഒക്കെ നയിക്കുന്നത്. നമ്മെ സ്വന്തം മക്കളായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഈശോയോട് ചേർന്ന് നിന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ നമുക്കുള്ളൂ. ആ ഈശോയോട് ചേർന്ന് നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാം. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാൻ ആശിക്കുന്നു, എന്നിലെ തിന്മകൾ നീക്കി തൻ മകനാക്കാൻ വിളിക്കുന്നു. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ എന്നിലെ തിന്മകൾ നീക്കി തൻ മകനാക്കാൻ വിളിക്കുന്നു. ഹൃദയം തുറന്നിടാം, അനുദിനം സ്തുതി പാടാം, അഴുകിയ ചിന്തകൾ മാറ്റിയ മാനസം തവ തിരുപാതേ സമർപ്പിക്കാം. ഹൃദയം തുറന്നിടാം, അനുദിനം സ്തുതി പാടാം, അഴുകിയ ചിന്തകൾ മാറ്റിയ മാനസം തവ തിരുപാതേ സമർപ്പിക്കാം. നീ വരുമ്പോഴെന്നുള്ളം എത്ര മാധുര്യമെന്നാഥാ, നിന്നെ ഒഴിഞ്ഞെന്റെ ഉള്ളം അത്രമേൽ ശൂന്യമെന്നാഥാ. നീ വരുമ്പോഴെന്നുള്ളം എത്ര മാധുര്യമെന്നാഥാ, നിന്നെ ഒഴിഞ്ഞെന്റെ ഉള്ളം അത്രമേൽ ശൂന്യമെന്നാഥാ. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാൻ ആശിക്കുന്നു, എന്നിലെ തിന്മകൾ നീക്കി തൻ മകനാക്കാൻ വിളിക്കുന്നു. ആരാരുമേകാത്ത സ്നേഹം നീ എനിക്കേകിയെന്നാഥാ, തൂമഞ്ഞു പോലെ എന്നുള്ളം വെണ്മയാക്കിയിടുകെന്നാഥാ. ആരാരുമേകാത്ത സ്നേഹം നീ എനിക്കേകിയെന്നാഥാ, തൂമഞ്ഞു പോലെ എന്നുള്ളം വെണ്മയാക്കിയിടുകെന്നാഥാ.
ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാൻ ആശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തൻ മകനാകാൻ വിളിക്കുന്നു. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാൻ ആശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തൻ മകനാകാൻ വിളിക്കുന്നു. ഹൃദയം തുറന്നീടാം, അനുദിനം സ്തുതി പാടാം. അഴുകിയ ചിന്തകൾ മാറ്റിയ മാനസം തവ തിരുപാദേ സമർപ്പിക്കാം. ഹൃദയം തുറന്നീടാം, അനുദിനം സ്തുതി പാടാം. അഴുകിയ ചിന്തകൾ മാറ്റിയ മാനസം തവ തിരുപാദേ സമർപ്പിക്കാം. സ്നേഹിക്കാനും നന്മ ചെയ്യാനും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാനും നമ്മെ സഹായിക്കുന്നത് എന്താ? അത് ദിവ്യകാരുണ്യം തന്നെയല്ലേ? അതെ, തീർച്ചയായും അത് ദിവ്യകാരുണ്യം തന്നെയാണ്. സ്നേഹം തന്നെയായ യേശു ദിവ്യകാരുണ്യമായി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ആ സ്നേഹം നമ്മളിലും നിറയും. നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ അടുത്തേക്ക് പോകാം, ആ സ്നേഹത്തിൽ നിറയാൻ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ
നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച ഒത്തിരിയേറെ സാഹചര്യങ്ങളിൽ ഈശോ നമ്മെ സഹായിച്ചിട്ടുണ്ടാവും. എന്നാൽ അതൊന്നും തിരിച്ചറിയാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നോക്കിയ ഇത്തരത്തിലുള്ള ദൈവിക ഇടപെടലുകളെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ബൈബിളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഇത്തരത്തിലുള്ള ദൈവിക ഇടപെടലുകളെ, ദൈവിക സാന്നിധ്യത്തെ ഈ പാട്ടിലൂടെ നമുക്ക് സ്വീകരിക്കാം.
അപ്പോൾ ഇന്നത്തെ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? നമ്മുടെ ഹോളി ബീറ്റ്സിൻ്റെ എല്ലാ എപ്പിസോഡുകളും ഷാലോം ടിവിയുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെ കാണുക, ആസ്വദിക്കുക. ഒരുപാട് നല്ല ഗാനങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ബൈ.